കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ അതിവേഗ റെയിൽപാതയുമായി ഇ ശ്രീധരൻ മുന്നോട്ട്. പൊന്നാനിയിൽ അതിവേഗ റെയിൽപാതയുടെ ഓഫീസ് തുറന്നു. റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ടു പോകുന്നതെന്നും സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ അറിയിക്കേണ്ട കാര്യമില്ലെന്നും ഇ ശ്രീധരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. റെയിൽവേ മിനിസ്റ്റർ 16-ാം തീയതി പോയി കണ്ടതാണ്. അന്നാണ് ഈ വിഷയം ആദ്യം സംസാരിച്ചും സൃഷ്ടിക്കുന്നത്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി ബഡ്ജറ്റ് ഇടാൻ പറ്റില്ല, എന്തായാലും സ്കൂളിൽ അത് ബഡ്ജറ്റിൻ്റെ ആവശ്യമില്ല. റെയിൽവേ മിനിസ്റ്റർ ഗോട്ട് ഫുൾ പവേഴ്സ് ടു ഡു എനി സർവേ എനിവർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു ഷുഡ് ഗെറ്റ് ഇൻവോൾവ്. ഞാൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ഈ റൂമിൽ സൃഷ്ടിയാക്കിയുള്ള നാട്ടുകാരറിയോ, ഗവൺമെൻറ് അറിയോ? അപ്പോൾ നമ്മൾ പബ്ലിസിറ്റി കൊടുക്കാം ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്പം തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിച്ചു. ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. സെക്രട്ടറിയെ വിളിച്ചു. ഇന്ന് തന്നെ പ്രഷർ കൊടുക്കൂ, ലീഡർ വന്ന് സജസ്റ്റ് ചെയ്തു, DPR ചെയ്യാൻ പോവാണ്, അത് DM മാസം ഏൽപ്പിക്കുകയാണ്. അത് പറഞ്ഞിട്ട് അതിവേഗ റെയിൽ പദ്ധതിക്ക് ഓഫീസ് തുറക്കാനുള്ള അധികാരം എന്താണെന്ന് ഇ ശ്രീധരൻ വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ ആവശ്യപ്പെട്ടു. മഞ്ഞക്കുറ്റി സ്ഥാപിക്കാൻ ഒക്കില്ലല്ലോ. കാരണം കേരളയിൽ നേരത്തെ തന്നെ ഉപേക്ഷിച്ചതാണ്. അതിൻ്റെ പേരിൽ മഞ്ഞക്കുറ്റി സ്ഥാപിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാര്യത്തിൽ പരിപൂർണമായി ഗവൺമെൻറ് അവഗണിച്ചില്ലേ? ഇ ശ്രീധരൻ BJPയുടെ പ്രതിനിധിയായിട്ടാണോ സംസാരിക്കുന്നത്? അതല്ല ഈ റെയിൽവേയുടെ ആളായിട്ടാണോ സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഈ ഓഫീസൊക്കെ തുറക്കുന്നത് ഞങ്ങളത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി BJPയെ സഹായിക്കാനായിരിക്കും. ശ്രീധരന് എന്താണ് അതിൻ്റെ ഓതറൈസേഷൻ? അദ്ദേഹം വ്യക്തമാക്കട്ടെ. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ, കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ യാതൊരു അറിയിപ്പും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുമില്ല. അതിനിടെയാണ് ഇപ്പോൾ മെട്രോമാൻ ഇ ശ്രീധരൻ ഈ അതിവേഗ റെയിൽപാത അതിൻ്റെ പദ്ധതി DPR തയ്യാറാക്കലുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ജനുവരി 16-ന് മെട്രോമാൻ ഇ ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി നടത്തിയ ഒരു ചർച്ചയുടെ തുടക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നടപടിയുമായി മുന്നോട്ടേക്ക് പോകുന്നത് എന്നാണ് അദ്ദേഹം തുടർച്ചയായി വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റിൽ ഈ അതിവേഗ റെയിൽ പദ്ധതിയുമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവാത്തതിനെ പറ്റി ചോദിച്ച സമയത്ത് പ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന് തനിക്കറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതിനു മുൻപേ തന്നെ, അതായത് ബജറ്റ് നടക്കുന്നതിന് മുൻപേ തന്നെ എന്തൊക്കെ തരത്തിലുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളായിരിക്കും അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുക എന്ന് ഇ ശ്രീധരൻ വിശദീകരിച്ചു. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഫെബ്രുവരി 2-ന് ഓഫീസ് തുറക്കുമെന്നായിരുന്നു. പൊന്നാനിയിൽ ഫെബ്രുവരി 2-ന് ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നായിരുന്നു. ആ പറഞ്ഞതിനനുസരിച്ച് ഇന്ന് രാവിലെ 9:15 തന്നെ ഈ ശ്രീധരന്റെ വീടിന് സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിൽ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ രാധ ആണ് ഈ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം കഴിച്ചിട്ടുള്ളത്. ഇനി എന്തായിരിക്കും ഇതിന്റെ അടുത്ത നടപടി എന്നതിനെ സംബന്ധിച്ച ചെറിയ ഒരു ലഘു വിവരണം കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം സർവേ നടപടികളായിരിക്കും ഇനി നടക്കാൻ പോവുക. മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യവാരത്തോടുകൂടി സർവേ നടപടികൾ ആരംഭിക്കും. ജൂൺ 1-ന് മഴയ്ക്ക് മുമ്പ് അതിന്റെ സർവേ നടപടികൾ പൂർത്തിയാക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സിൽവർ ലൈനിൽ ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ തന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ഏപ്രിൽ 15 മുതൽ ഈ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ, തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ജനങ്ങളുമായി സംവദിക്കും, അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഒരു പിന്തുണയില്ലാതെ എങ്ങോട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന ചോദ്യത്തിന് ഈ ശ്രീധരന് മറുപടിയുണ്ട്. അദ്ദേഹം പറയുന്നത് റെയിൽവേ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള വിഷയമാണ്, സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമില്ല. ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് മാത്രമാണ് സംസ്ഥാന സർക്കാർ. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. ഇത് സംസ്ഥാന സർക്കാരിന്റെ വിഷയമല്ല, കേന്ദ്ര സർക്കാരിന്റെ വിഷയമാണെന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയുമോ? കാരണം കേന്ദ്ര സർക്കാർ തന്നെയാണോ ഈ പദ്ധതിക്ക് പൂർണ്ണമായും തുക ചെലവഴിക്കാൻ പോവുക? നേരത്തെ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാന സർക്കാരാണ് അതിൻ്റെ ഗണ്യമായ പങ്കും തുകയും ചെലവഴിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന പദ്ധതിയിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അതിനിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് മെട്രോമാൻ ഇ ശ്രീധരന് ഈ നിലയിലുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാം? അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ, റെയിൽവേ മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പ് പോലും പുറത്തിറക്കിയിട്ടില്ല. ഇന്ന് അശ്വിനി വൈഷ്ണവ് മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയേക്കാം. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു ആശയവിനിമയം ഒരു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടത്തേണ്ട മിനിമം ആശയവിനിമയം പോലും നടത്താതെ മെട്രോമാൻ ഇ ശ്രീധരന് ഒരു അനുമതി കൊടുക്കുകയാണോ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ചെയ്തിട്ടുള്ളത്?
തീർച്ചയായും ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ ഈ ശ്രീധരൻ പറഞ്ഞത് 10 മാസം മുൻപ് തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താൻ ചർച്ച നടത്തിയിരുന്നു. ഈ സിൽവർ ലൈനിൽ നിന്നും പിൻവാങ്ങിയ കാര്യം സംബന്ധിച്ച വിവരങ്ങളും പുതിയൊരു പാതയ്ക്ക് താല്പര്യമുണ്ട് എന്ന വിശദാംശങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനൊരു കത്തയക്കാൻ താൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി അത്തരത്തിലൊരു നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് താൻ നേരിട്ട് കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 80,000 കോടി മുതൽ 1 ലക്ഷം കോടി രൂപ വരെയായിരിക്കും ഈ പദ്ധതിക്ക് വേണ്ടി വരിക എന്നാണ് ഈ ശ്രീധരൻ ആദ്യ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിരുന്നത്. അതിൽ 30,000 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ എടുക്കേണ്ടതാണ്. അതായത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിന് സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ടി വരിക 30,000 കോടി രൂപയാണ്. 30,000 കോടി രൂപ കേന്ദ്ര സർക്കാർ മറ്റു തുക ഈ കടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടിയായിരിക്കും കണ്ടെത്തേണ്ടി വരിക എന്ന് പറയുന്നു. ഈ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഈ ശ്രീധരനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ അവഗണിക്കുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. സംസ്ഥാന സർക്കാർ ഇങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും തനിക്ക് നടപടിയുമായി മുന്നോട്ടേക്ക് പോകാനുള്ള ഉറപ്പ് കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ശ്രീധരൻ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുന്നത് പോലെയാണോ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധം ഉണ്ടാവേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിവേഗ റെയിൽ പദ്ധതി അല്ലെങ്കിൽ കേരളത്തിൽ വേഗം കൂടിയ ഒരു യാത്രാ സംവിധാനം വേണമെന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോ ഈ ശ്രീധരനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ തർക്കമില്ല എന്ന് നിലനിൽക്കെ ഈ ശ്രീധരനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരു ഭിന്നത രൂക്ഷമാണ്. ഈ ശ്രീധരൻ അതിന്റെ അടിസ്ഥാനത്തിൽ അതിവേഗ റെയിൽവേ പദ്ധതിയുടെ DPR സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായി വരുന്നു. ഈ DPR തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഓർഡർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ സംബന്ധിച്ചും ഈ ശ്രീധരനോട് ചോദിച്ചിരുന്നു. ഈ പറഞ്ഞതുപോലെ അശ്വിനി വൈഷ്ണവ് വിദേശത്തായിരുന്നാലാണ് ഓർഡർ പുറത്തിറങ്ങാത്തത്. അദ്ദേഹം തിരികെ വന്നിട്ടുണ്ട്. തിരികെ വന്നതിന് ശേഷം 6 മുതൽ 10 വരെ ദിവസത്തിനുള്ളിൽ അത്തരത്തിലൊരു ഓർഡർ DMRC ഏൽപ്പിക്കുമെന്നും DMRC തന്നോട് DPR തയ്യാറാക്കാൻ പറയുമെന്ന് ഈ ശ്രീധരന് പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ട്. പക്ഷേ അവിടെ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ഒരു ആശയവിനിമയം നടക്കേണ്ടതുണ്ട്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നന്നായാൽ മാത്രമേ ഈ പദ്ധതി മുന്നോട്ടേക്ക് പോകൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു അനിശ്ചിതത്വം പരിഹരിക്കാൻ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഈ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനം വിളിക്കുകയോ അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റൊരു വിശദീകരണം ചെയ്യുകയോ സമയത്ത് അത്തരത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ശ്രീധരൻ പക്ഷേ ഈ സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ, ഈ മന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ എതിർപ്പിനെ അത് വലിയ ഗൗരവത്തോടെ എടുക്കാത്തതായിട്ടാണ് കാണുന്നത്. ദിലീപ് കുമാർ, കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ മെട്രോമാൻ ഇ ശ്രീധരൻ സംസ്ഥാനത്തെ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഓഫീസ് മലപ്പുറത്ത് തുറന്നിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ഗോകുൽ കെ വേണുഗോപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.